പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ആശാവഹമായിട്ടുള്ള പുരോഗതിയുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാനുമായി അടുത്ത ഘട്ട ചർച്ച ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ വമ്പൻ ഓഫറുകളും മുന്നോട്ട് വയ്ക്കുകയാണ് അമേരിക്ക. ഇതിനിടെ US ലബനൻ ഉദ്യോഗസ്ഥ തല ചർച്ചകളും നടക്കുന്നുണ്ട്. വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു എന്നാണ്. പക്ഷേ അത് അമേരിക്കയുടെ ഒരു മുട്ടുമടക്കലാണ് എന്ന് വിമർശിക്കുന്നവരുമുണ്ട്. എന്താണ് നിലവിലത്തെ ഈ അമേരിക്കൻ പ്രതികരണത്തെ എങ്ങനെ കൂട്ടി വായിക്കണം വിനോദ്? എൽദോ, ഈ വെടിനിർത്തൽ തുടരുകയാണ്. മാത്രമല്ല അടുത്ത ആഴ്ച വീണ്ടും ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് കടക്കും, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അനുരഞ്ജന സംഭാഷണത്തിലേക്ക് കടക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. അതൊരു ശുഭസൂചനയാണ്. കാരണം യുദ്ധം അവസാനിക്കുക എന്നത് എല്ലാ ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഇടപെടൽ തുടരുന്നുണ്ട്. ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ തർക്കങ്ങളിൽ ഒന്നാമത്തെ കാരണമായി നിൽക്കുന്നത്. അതിൽ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഇപ്പോൾ റഷ്യയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയത് ഇറാന്റെ പക്കലുള്ള യുറേനിയം തങ്ങൾ ശേഖരിച്ചു കൊള്ളാം എന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ ആണവരാജ്യമാകില്ല എന്ന ഒരു കാര്യം അത് ഒഴിവാകുന്നു. ഇസ്രായേലും അമേരിക്കയും ആശങ്കപ്പെടുത്തുന്നത് അത്തരമൊരു കാര്യമാണ്. ഇറാൻ ആണവരാജ്യമാകുമോ, അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു ശക്തിയായി മാറിയാൽ ഒരുപക്ഷെ ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകുമോ എന്നതൊക്കെയാണ് അവരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അവിടെയാണ് റഷ്യയുടെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയിൽ ഇപ്പോൾ ഒരു കാര്യം വന്നിരിക്കുന്നത്. യുറേനിയം റഷ്യ ശേഖരിക്കാം എന്ന വാഗ്ദാനം നൽകുന്നു. മാത്രമല്ല ഇറാനിൽ നടക്കുന്ന ഈ ആണവ കേന്ദ്രങ്ങളുടെ അതിൻ്റെ ചുമതലയൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനമൊക്കെ തന്നെ റഷ്യൻ നിർമ്മിത രീതികളാണ്, അല്ലെങ്കിൽ റഷ്യയുടെ സംവിധാനങ്ങളാണ്. അതെല്ലാം തന്നെ തിരിച്ചെടുക്കാനുള്ള ഒരു നിലപാടിലേക്ക് റഷ്യ പോകുമ്പോൾ അതിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ്. അവിടെയാണ് ഇറാൻ്റെ ഈ ഊർജ്ജ പ്രതിസന്ധി വരുന്നത്. ഇറാൻ കഴിഞ്ഞ ചർച്ചകളിൽ, ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിലും ഒക്കെ തന്നെ ഇറാൻ മുന്നോട്ട് വെച്ചൊരു കാര്യം, തങ്ങൾ ഈ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്തരം പ്ലാന്റുകൾ ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നതെന്ന കാര്യമാണ്. അവിടെയാണ് അമേരിക്കയുടെ ഓഫറുകൾ മുന്നോട്ട് വരുന്നത്. അമേരിക്ക ചില ഓഫറുകൾ ഇപ്പോൾ വയ്ക്കുകയാണ്. ഈ ഒത്തുതീർപ്പ് ധാരണയിലെത്തിയാൽ, അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഇറാൻ കൂടി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ആനുകൂല്യങ്ങൾ നൽകുമെന്ന കാര്യം അമേരിക്ക ഉറപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് അവരുടെ ഈ ഊർജ്ജാവശ്യങ്ങൾ പരിഹരിക്കുന്നതിന്, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് തങ്ങൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന കാര്യം US പറയുന്നുണ്ട്. മറ്റൊന്ന്, അവർക്ക് മേൽ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളാണ്. ഏതാണ്ട് 11 ലക്ഷം കോടിയുടെ ആസ്തികളാണ് ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ ഇസ്രായേലിൻ്റെ ആസ്തി ഇങ്ങനെ ഫ്രീസായി നിൽക്കുന്നത്. ഇത് വിട്ടുകൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഇസ്രായേലിൻ്റെ പുനർനിർമ്മാണം, ഹോർമൂസ് വഴിയുള്ള ഈ കപ്പൽ ഗതാഗതം, മാത്രമല്ല പല രാജ്യങ്ങൾക്കും ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ ഇളവ് നൽകുന്ന കാര്യം അമേരിക്ക ആലോചിക്കും. ആ തരത്തിൽ വലിയ ഒരു ഓഫർ, കാരണം ഭാവിയിൽ ഇറാന് സാമ്പത്തികമായി വലിയ തോതിൽ ഉയരാൻ കഴിയുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സാഹചര്യം ഒരുക്കാമെന്ന ഉറപ്പാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനോട് എങ്ങനെ ഇറാൻ പ്രതികരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അരഗാച്ചി, അവരുടെ വിദേശകാര്യമന്ത്രി, ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വാക്കായി തന്നെ പറഞ്ഞത് എങ്ങനെ നിങ്ങളെ വിശ്വസിക്കുമെന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ JD വാൻസിൻ്റെ ഒരു പ്രതികരണവും ഉണ്ടായിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ദീർഘകാലമായുള്ള ഒരു അവിശ്വാസമാണ്. അത് പെട്ടെന്ന് തന്നെ ഒരു സ്വിച്ചിടും പോലെ അവസാനിക്കുന്നൊരു കാര്യമല്ല. അത് ചർച്ചകളിലൂടെ, ഉറപ്പുകളിലൂടെ, എഗ്രിമെൻറ്റുകളിലൂടെ മാത്രമേ അത്തരമൊരു വിശ്വാസം ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകൂ. അതുകൊണ്ട് ചർച്ചകൾ തുടരേണ്ട ആവശ്യകതയുണ്ട്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയും ട്രംപുമായി ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. 45 മിനിറ്റാണ് ഈ ചർച്ച നീണ്ടത്. മോഡി തന്നെ ഈ കാര്യം പിന്നീട് എക്സിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ട്രംപിനെ സംബന്ധിച്ച് ഇന്ത്യക്കാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നേതാവാണ്. മാത്രമല്ല ഈ യുദ്ധം അവസാനിപ്പിക്കണം, ലോകത്ത് സമാധാനം പുലരണം, മറ്റ് ഭീഷണികൾ അത് ഒഴിവാക്കുന്നതിന് ഇന്ത്യ കൂടി അമേരിക്കയ്ക്കൊപ്പം നിൽക്കും എന്ന കാര്യമൊക്കെ ഒരു ഉറപ്പായി നൽകുകയും, ആ തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംഭാഷണം തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. മറ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു തടസ്സം നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ നിലപാടാണ്. ഇസ്രായേൽ ഇതുവരെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനമെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ലബനനിലേക്ക് വീണ്ടും ആക്രമണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസവും ലബനനിലേക്ക് ആക്രമണം ഉണ്ടായി. നെതന്യാഹു ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹം ഒരു തരത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യങ്ങളോട് യോജിക്കുമെന്ന് കരുതുക വയ്യ.
പക്ഷേ അമേരിക്കൻ ജനത ഇതിപ്പോൾ വലിയൊരു ബാധ്യത എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇസ്രായേലിനെ സഹായിക്കാൻ ചാടിപ്പുറപ്പെട്ട് അമേരിക്ക വലിയ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. UN-ന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്ന ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് 2.5 ദശലക്ഷം ആളുകൾ കൊടും ദാരിദ്ര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ യുദ്ധം തുടർന്നാൽ ലോകത്താകമാനമുള്ള ജനങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി വലിയ തോതിൽ ബാധിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഏതാണ്ട് 2.5 ദശലക്ഷം ആളുകൾ വലിയ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും പോകാനുള്ള സാധ്യതയുണ്ടെന്ന് UN റിപ്പോർട്ട് വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ ഒരു ആശാവഹമാകുന്നത്. പാകിസ്ഥാൻ്റെ ചില നിർദ്ദേശങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഈ വെടിനിർത്തൽ തുടരണം എന്ന കാര്യമാണ്. കാരണം ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ട്, ചർച്ചകൾക്ക് വേദികളുണ്ട്. ഒരു കാര്യം കൂടി, ഈ ഹോർമുസിൽ അവിടെ അമേരിക്കയുടെ ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഇറാന്റെ പരിഹാസം, ഒരു കപ്പലല്ല 5 കപ്പലുകളാണ് അവിടെ ഇറാൻ്റേതായി, അല്ലെങ്കിൽ ഇറാൻ്റെ സൗഹൃദമുള്ള കപ്പലുകൾ കടന്നുപോയത് എന്നുള്ളതാണ്. മാത്രമല്ല ചൈനയുടെ കപ്പലും ഹോർമുസ് വഴി കടന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഈ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. എൽദോ, ഇതിൽ ഇപ്പോൾ ഇന്ത്യയുടെ കാര്യമെടുക്കാം. ഇന്ത്യയുടെ കപ്പലുകൾ വന്നാൽ തടയില്ലെന്ന് ഇറാനും അമേരിക്കയും ഒരുപോലെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുമായി ഇരു രാജ്യങ്ങളും സൗഹൃദത്തിലാണ്. അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ, മറ്റ് പല രാജ്യങ്ങളുടെയും കാര്യത്തിൽ. ചൈനയുടെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യസ്തമായൊരു നിലയുള്ളത്. കഴിഞ്ഞ ദിവസം ചൈനയുടെ ഒരു കപ്പൽ ഹോർമുസ് കടന്നു പോയിരുന്നു. പിന്നീട് 2 കപ്പലുകളെ തടയുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ ചൈനയുടെ ഒരു വിശദീകരണം കൂടി വന്നിരുന്നു. ഇത് നിരുത്തരവാദപരമായ ഒരു സമീപനമാണ്, അപകടകരമായ സമീപനമാണ് ഉണ്ടാകുന്നത്. അത് അമേരിക്കയ്ക്ക് നേരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. അമേരിക്കൻ സേനയാണ് ചൈനീസ് കപ്പലുകളെ തടഞ്ഞത്, അവിടെ ഒരു ഉപരോധം തീർത്തത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെ ചൈന രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ താൽക്കാലികമാണ്. ഇതെല്ലാം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ആദ്യം ഒരു ചർച്ച നടന്ന് ആ ചർച്ചകൾ ഏതാണ്ട് ഫലപ്രദമെന്ന് ഒമാൻ വാർത്താക്കുറിപ്പ് ഇറക്കിയതിന് തൊട്ട് പിന്നാലെയാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഖമനേയി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെടുന്നു. ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. കാരണം ഒരു വശത്ത് മധ്യസ്ഥ ചർച്ച നടത്തുകയും അതിൽ പലവിധ ഒത്തുതീർപ്പുകളിലേക്ക്, അല്ലെങ്കിൽ ഈ സംഘർഷത്തിലേക്ക് പോകില്ല എന്ന ഒരു ധാരണയിലെത്തുകയും അതിനുശേഷം നിമിഷങ്ങൾക്കകം ആക്രമണം ആരംഭിക്കുകയും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊന്നൊടുക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അരകാച്ചിയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും, ഏതടിസ്ഥാനത്തിൽ വിശ്വസിക്കുമെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവിടെ JD വാൻസ് കുറച്ചുകൂടി പക്വതയുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ട്രംപിനേക്കാൾ കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിൽ വാൻസ് പ്രതികരിക്കുന്നു എന്നത് നമ്മൾ ഇവിടെ ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് പൊടുന്നനെ തീരുന്നൊരു കാര്യമല്ല, അവിശ്വാസമുണ്ട്, ഇരു രാജ്യങ്ങൾക്കിടയിലും അവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്. ഈ ധാരണകൾ ഒരു തീരത്തെത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും, യുദ്ധം ഒഴിവാകുന്ന നിലയുണ്ടാകും. ട്രംപിൻ്റെ മറ്റൊരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. അമേരിക്ക എന്താണോ ലക്ഷ്യം വെച്ചത് അത് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നൊരു പ്രസ്താവനയാണ്. പക്ഷേ അത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. പിന്നീട് അദ്ദേഹം ഈ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായും ട്രംപ് പറഞ്ഞിരിക്കുന്നു അവർ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തി എന്ന കാര്യം. അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എന്തിന് യുദ്ധത്തിലേക്ക് പോകണം എന്നൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതേസമയം അമേരിക്കയിലെ ചില സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനയുണ്ട്, അവരുടെ സർവേ ഉണ്ട്. അതിലൊക്കെ തന്നെ ട്രംപുമായി ബന്ധപ്പെട്ടവരുടെ ആസ്തി വലിയ തോതിൽ കുതിച്ചുയർന്നു എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ യുദ്ധ സമയത്തൊക്കെ തന്നെ വലിയ തോതിൽ അവരുടെ ആസ്തി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ ട്രംപിൻ്റെ മകനടക്കമുള്ള വ്യക്തികൾക്ക് വലിയ നിർണായക സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അവർ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം ട്രംപിനും ആ തരത്തിലുള്ള ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ആൾ തന്നെയാണ്. അദ്ദേഹം ഒരു വലിയ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. ഈ യുദ്ധം ആർക്കൊക്കെയാണ് ഗുണമുണ്ടാക്കുന്നത് എന്നത് ആ വശത്തു കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആർക്ക് അത് മെച്ചമുണ്ടാക്കും? മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവർ ഈ യുദ്ധത്തിനെതിരെ രംഗത്ത് വന്നു. മാർപ്പാപ്പയെ തന്നെ വിമർശിക്കുന്ന നിലയിലേക്ക് ട്രംപ് മാറുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഒരു ആശാവഹമായ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ചർച്ചകളിലൂടെ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടേക്കാം. ഉടൻ തന്നെ ആ ചർച്ചകൾ ആശാവഹമായ രീതിയിൽ തന്നെ പുരോഗമിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇസ്ലാമാബാദിലേക്ക് തന്നെ വീണ്ടും അമേരിക്കൻ സംഘം എത്തുമെന്നാണ് കരുതേണ്ടത്. പക്ഷേ ഇതിനിടയിലും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.